മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഭാരതത്തിൽ നടക്കുന്നതിന് ആധാരമായിട്ടുള്ളതുമായ കാര്യങ്ങളെക്കുറിച്ച് വിവരിച്ച് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ടായി. അസാധാരണമായിട്ടുള്ള റെസ്പോൺസാണ് കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ആ വിഷയങ്ങളിലെ അന്തസ്സത്ത കേട്ടറിഞ്ഞ് ഓരോരുത്തരും പ്രതികരിച്ചത്. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും പ്രതികരിച്ചു. ചെഗുവേരയുടെ ചിത്രം വെച്ച് കുറേ പേര് ഇമെയിൽ അയക്കുകയുണ്ടായി. വളരെ പോസിറ്റീവായിട്ട്. ഈ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ കാണുമ്പോൾ വളരെ സന്തോഷിക്കുകയോ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വായിക്കുമ്പോൾ ദുഃഖിക്കുകയോ ഒന്നും ചെയ്യാറില്ല. പക്ഷെ അത് നല്ല രീതിയിൽ വിലയിരുത്താറുണ്ട്. കാരണം അത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നന്മ തിന്മകളെക്കുറിച്ചും നമ്മുടെ രാഷ്ട്രത്തിൽ വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങൾ നടക്കുന്നതിനെക്കുറിച്ചും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ചൈതന്യത്തെ വികസിപ്പിക്കുന്നതും ചൈതന്യത്തെ ഹനിക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതിനോട് അത് കേൾക്കുന്നവരുടെ പ്രതികരണം എന്താണ് എന്ന് അറിയാൻ സാധിക്കുന്നതിലുള്ള സംതൃപ്തിയുണ്ട്. വളരെയധികം സംതൃപ്തിയാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ അപ്ലോഡിങ്ങിൽ നിന്ന് നമുക്ക് കമൻറ്റിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. ധാരാളം വ്യക്തികൾ, അനവധി വ്യക്തികൾ ഇമെയിൽ വഴിക്കും അല്ലാതെയും ഫേസ്ബുക്ക് വഴിക്കും എന്നെ അറിയിക്കുകയുണ്ടായി, ഞങ്ങളെല്ലാം ഈ ദൗത്യത്തിൽ കൂടെയുണ്ട് എന്ന്. അതുകൂടി കേൾക്കുമ്പോൾ വളരെ വലിയ ആത്മസംതൃപ്തിയാണ് തോന്നുക. ഞങ്ങൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൽ കുറേ പ്രവർത്തകരുണ്ട്. അവരെല്ലാം ഏറ്റെടുത്തിരിക്കുന്ന ഒരേ ഒരു ദൗത്യമാണ് നമ്മുടെ രാഷ്ട്രം, നമ്മുടെ സംസ്കാരം ഇത് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിൽ പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രയോഗിക്കുക. ആ ദൗത്യത്തിൽ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, നല്ല ഇടതുപക്ഷക്കാരുണ്ട്, യുക്തിവാദികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്, എല്ലാ വിഭാഗക്കാരുമുണ്ട്. അവരുടെ രാഷ്ട്രീയമോ ചിന്തയോ മതചിന്തകളോ ഒന്നും നമ്മുടെ ഈ പ്രവർത്തനത്തെ ബാധിക്കാറില്ല എന്ന് മാത്രമല്ല, ഈ നാട് പരമപവിത്രമായ ഭാരതമാതാവ് എന്ന സങ്കല്പം, നമ്മുടെ പരിശുദ്ധമായ അന്ധവിശ്വാസങ്ങളില്ലാത്ത പൈതൃകം, സംസ്കാരം, ഇവയെ പഠിപ്പിക്കാൻ സന്നദ്ധരായ ഏത് വ്യക്തിക്കും ഈ ദൗത്യത്തിൽ പങ്കെടുക്കാൻ സാധിക്കും, പങ്കെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു വളരെയധികം വിമർശനങ്ങളൊന്നും ഇതുവരെ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, വായിക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം വിമർശിക്കുന്നവരില്ല എന്നല്ല, വിമർശിക്കുന്നവരുടെ വാക്കുകൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കാറുണ്ട്. കാരണം അതായിരിക്കും ഒരു പക്ഷേ കറക്റ്റീവ് മെഷേഴ്സായിട്ട് നമുക്ക് സഹായമായിട്ട് വരിക. അങ്ങനെയെല്ലാം പറഞ്ഞു വന്നതിൻ്റെ പുറകിലൊരു ഉദ്ദേശമുണ്ട്. ഇത്രയും പറഞ്ഞതിൻ്റെ പുറകിലൊരു ഉദ്ദേശമുണ്ട്. നമ്മളിൽ ധാരാളം പേര് ഇന്ത്യക്കകത്ത്, കേരളത്തിനകത്ത്, കേരളത്തിന് പുറത്ത്, ഭാരതത്തിന് പുറത്ത് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് വ്യക്തികളുണ്ട്. ഭാരതീയ പൈതൃകത്തെ ആരാധിക്കുന്നവർ, അതിലെല്ലാ വിഭാഗത്തിൽ പെടുന്നവരുമുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അവരെല്ലാവരും എഴുതിയിട്ടുള്ളത് ഞങ്ങൾ സാറിൻ്റെ കൂടെയുണ്ട്, ഈ ദൗത്യത്തിലുണ്ട് എന്നുള്ളതാണ്. എനിക്ക് അവരോടെല്ലാം പറയാനുള്ളത് ഒരു പ്രത്യേക കാര്യമാണ്. നിങ്ങൾ ഏത് മതത്തിലുള്ളവനായിക്കൊള്ളട്ടെ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ക്രൈസ്തവർക്ക് ധാരാളം പള്ളിയിൽ അച്ഛന്മാരുണ്ട്, ബിഷപ്പുമാരുണ്ട്, മെത്രാന്മാരുണ്ട്, കർദിനാൾമാരുണ്ട്.
പിന്നെ കന്യാസ്ത്രീകളുണ്ട്. അങ്ങനെ വിവിധ വിഭാഗത്തിൽപ്പെടുന്ന വിവിധ തലത്തിലുള്ള മതപ്രചാരകന്മാരുണ്ട്. ഇന്ന് ലഭ്യമായ കണക്കനുസരിച്ച് 2.2 ലക്ഷം അച്ഛന്മാരും കന്യാസ്ത്രീകളുമാണ് ഉള്ളത് എന്നാണ് ഏകദേശ കണക്ക്. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ഉത്തര കേരളത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ, വൈകുന്നേരമോ രാവിലെയൊക്കെ പോവുകയാണെങ്കിൽ 100 കണക്കിന് മുസ്ലിം യുവാക്കൾ ഈ കാൽപാദത്തിന് വളരെ മുകളിലായിട്ട് ഈ മുണ്ട് വരത്തക്ക വിധത്തിൽ ഉടുക്കുക, മുട്ടിന് താഴെ വരത്തക്ക വിധത്തിൽ ഇടത്തോട്ടുടുത്ത് തലയിലൊരു പ്രത്യേകതരം രാജാക്കന്മാരെ പോലെയുള്ള തൊപ്പിയും വെച്ച് അവര് ആരാണെന്നൊക്കെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ച് മതപ്രചാരകന്മാരും മൗലവിമാരും അറബി അധ്യാപകരും ഖുർആൻ പഠിപ്പിക്കുന്നവരുമായിട്ട് പള്ളി ഓറിയന്റ് ചെയ്ത് മസ്ജിദ് ഓറിയന്റ് ചെയ്ത് പ്രവർത്തിക്കാവുന്ന വർക്കേഴ്സ് ആക്കി വളർത്തിക്കൊണ്ടുവരാണ്. അവർ പല വീടുകളിലാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നെല്ലാം അവിടെ പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ അവർ ഇസ്ലാം മത പ്രചരണത്തിന് ധാരാളം പേരുണ്ട്. ക്രിസ്ത്യാനികൾക്ക് അച്ഛന്മാരും കന്യാസ്ത്രീകളും ഉള്ളതുപോലെ ഇവിടെ മുസ്ലിങ്ങൾക്ക് അസാധാരണമാം വിധത്തിൽ കുറച്ചൊന്നുമല്ല ആയിരക്കണക്കിന് കാണാറുണ്ട്. അങ്ങനെ ഉണ്ട്. ബുദ്ധമതക്കാർ യോദ്ധ എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബുദ്ധ മത സന്യാസിമാർ ധാരാളം. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ ബുദ്ധ സന്യാസിമാർ ധാരാളമുണ്ട്. ടിബറ്റിൽ ആയിരക്കണക്കിനുണ്ട്, നേപ്പാളിൽ ധാരാളമുണ്ട്, ഉത്തർ ഭാരതത്തില് ധാരാളം ബുദ്ധമത സന്യാസിമാര് ചെറുപ്പം മുതൽക്ക് സന്യാസത്തിലേക്ക് വരുത്തുന്നവരും വളർത്തുന്നവരുമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഔദ്യോഗിക കർമ്മങ്ങൾ ചെയ്യുമ്പോഴും മതത്തിൻ്റെ ധർമ്മം പ്രചരിപ്പിക്കുന്ന സിഖുകാർ ധാരാളമുണ്ട്. അവർ രണ്ട് ജോലിയും ചെയ്യും. ഔദ്യോഗികമായിട്ട് കച്ചവടവും നടത്തുന്നുണ്ടാവും, അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരായിട്ടുണ്ടാവും. അവർ തന്നെ അവരുടെ വലിയൊരു സമയം, സമ്പത്ത്, ഊർജം സിഖ് ധർമ്മം പ്രചരിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതുപോലെ ജൈനന്മാർക്കും ഉണ്ട് വളരെയേറെ ഋഷിവര്യന്മാർ. അപ്പോൾ ക്രിസ്ത്യാനിക്കുണ്ട്, മുസ്ലിമിനുണ്ട്, ബുദ്ധമതക്കാർക്കുണ്ട്, സിഖുകാർക്കുണ്ട്, ജൈനമതക്കാർക്കുണ്ട്. എന്നാൽ സനാതന ധർമ്മം പഠിച്ച് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിൽ പഠിച്ച് അതിന് സമകാലീന പ്രസക്തമായ 10,000കണക്കിന് ഇൻഫർമേഷനും നോളജും ഉള്ളത് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ കാര്യമായിട്ട് ആരുമില്ല. അമൃതാനന്ദമയുടെ കീഴിലുള്ള പ്രവർത്തകർ ധാരാളം പേര് സന്യാസിമാരുണ്ട്. വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ സോഷ്യൽ സർവീസിനും സോഷ്യൽ വർക്കിന് വേണ്ടിയിട്ട് പ്രതിജ്ഞാബദ്ധരായ 100 കണക്കിനോ 1000കണക്കിനോ ബ്രഹ്മചാരിണികളും ബ്രഹ്മചാരികളും സന്യാസിമാരും ഉണ്ട് അവിടെ. അവർ സോഷ്യൽ വർക്കിനും ആശ്രമ സ്ഥാപനത്തിനും കുറേയെല്ലാം ആചാരങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പലപ്പോഴും നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, പല ആശ്രമങ്ങളിലെയും സന്യാസിമാർ ആശ്രമങ്ങൾക്ക് അകത്ത് ഒതുങ്ങിക്കൂടുക മാത്രമാണ് ചെയ്യണത്. അവര് പുറത്തെ ലോകവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ വല്ല ഉദ്ഘാടനത്തിനോ മറ്റോ ഒക്കെ വരും. ചില സ്വാമിമാര് നല്ല രീതിയിൽ TV-കളിൽ പ്രോഗ്രാം അവതരിപ്പിക്കാറുണ്ട്. പക്ഷെ അവരെല്ലാം ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ ഗുരുവായൂരപ്പനിൽ മനസ്സ് സമർപ്പിക്കൂ, നിങ്ങളുടെ പുനർജന്മം ഇല്ലാതിരിക്കട്ടെ, നിങ്ങൾക്ക് മോക്ഷം കിട്ടാൻ, നിങ്ങൾക്ക് സന്തോഷം കിട്ടാൻ, നിങ്ങൾക്ക് സുഖം കിട്ടാൻ, എല്ലാം നിങ്ങളെന്ന വാക്കിൽ സിംഗുലറിലാണ് നിൽക്കുന്നത്. അവനവൻ്റെ കാര്യം നോക്കാനാണ് ഈ സ്വാമിമാരെല്ലാം ഭാഗവതത്തിലൂടെയോ അല്ലെങ്കിൽ ഭഗവത്ഗീതയിലൂടെയോ പറയുന്നത്. നിങ്ങൾ ഈശ്വരനിൽ നിങ്ങളുടെ മനസ്സർപ്പിച്ച് സമൂഹത്തിൽ പ്രവർത്തിക്കൂ എന്ന് റയറായിട്ടേ പറയാറുള്ളൂ. എല്ലാം നിങ്ങൾക്ക് പുനർജന്മം ഇല്ലാണ്ടിരിക്കാൻ, നിങ്ങൾക്ക് ഇനിയും സംസാര സാഗരത്തിൽ കടന്നുടലാതിരിക്കാൻ, നിങ്ങളുടെ മനസ്സ് ശാന്തമാവാൻ, നിങ്ങളുടെ സംതൃപ്തിക്ക് എല്ലാം നിങ്ങൾ എന്ന വാക്കാണ്, സിംഗുലറാ പറയുക. ഈ കേൾക്കാൻ വരുന്നവരോട് നമുക്ക് വേണ്ടത് സിംഗുലർ അല്ല. ലോക സമസ്ത സുഖിനോ ഭവന്തു, സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് എന്നുള്ളതിൽ സിംഗുലറേ ഇല്ല. അതിൽ സിംഗുലറേ ഇല്ല. മാത്രമല്ല, നമ്മളുടെ പ്രാർത്ഥനകൾ ഓരോന്നെടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാം പ്ലൂരലാണ്. ചതുഷ്പതി ദ്വിപദേശം ചതുഷ്പതി, 2 കാലുള്ളതിനും 4 കാലുള്ളതുമായ സർവചരാചരങ്ങൾക്കും
മംഗളാനി ഭവന്തു, മംഗളം ഭവിക്കട്ടെ എന്നാ പറയാം. വേദങ്ങള് സിംഗുലർ പറഞ്ഞിട്ടില്ല. ഭദ്രം കർണേഭി ശൃണുയാമ ദേവ, അസ്മാകം കർണേഭി, ഞങ്ങളുടെ ചെവികളിലൂടെ നന്മ കേൾക്കട്ടെ. ഭദ്രം പശ്യേമ അക്ഷബിർയജത്രാഹ, നമ്മളുടെ കണ്ണുകളിലൂടെ, ഞങ്ങളുടെ പ്ലൂരലാണ്, സിംഗുലർ അല്ല. പക്ഷെ ഈ ചില സന്യാസിമാരെ അവർ ചെയ്യുന്ന തെറ്റാണെന്നല്ല, വളരെ നല്ല കാര്യമാണ് ചെയ്യുന്നത്, വളരെ നല്ലതാണ്. പക്ഷെ സിംഗുലറിലാ കാര്യങ്ങൾ കാണുന്നത്. അച്ഛന്മാരും കന്യാസ്ത്രീകളും സിംഗുലർ അല്ല. ഈ മൗലവിമാരും ബാക്കിയുള്ളവരും മഹല്ലുകളിൽ ഗ്രൂപ്പാണ് മോണിറ്റർ ചെയ്യുന്നത്. ബുദ്ധ സന്യാസിമാർ ഇൻഡിവിജ്വലും മോണിറ്റർ ചെയ്യാറുണ്ട്, ഗ്രൂപ്പിനെയും മോണിറ്റർ ചെയ്യാറുണ്ട്. സിഖുകാർ ഗ്രൂപ്പ് മാത്രം. എന്താ അതിപ്പോൾ ഇവിടെ പറഞ്ഞത് എന്ന് വെച്ചാൽ, നമ്മളുടെ സന്യാസിമാർ ആശ്രമങ്ങളിൽ ഒതുങ്ങിക്കൂടുന്നു. അവർക്ക് സമയം ധാരാളം ഉണ്ടായിട്ടും പ്രത്യേകിച്ച് അവർ പൈതൃകമൊന്നും ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ പഠിക്കണില്ല, പഠിപ്പിക്കണില്ല, പ്രചരിപ്പിക്കുന്നില്ല. വല്ല ഉദ്ഘാടനത്തിലും ചെന്നിട്ട് നാരായണ നാരായണ ജപിക്കണം, പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് കടക്കണം എന്ന് പറയണില്ല. ഓരോ ക്ഷേത്രവും നന്നാക്കണം, സനാതന ധർമ്മം പഠിക്കണം, അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഇല്ലാതെയാക്കണം, അമ്പലത്തിൽ വെടിക്കെട്ട് ഒഴിവാക്കണം, ആനകളെ ഒഴിവാക്കണം, അന്നദാനത്തിൻ്റെ പേരിൽ അടിച്ച് കലക്കിയുള്ള സദ്യ ഒഴിവാക്കണം, വേണ്ടതിനും വേണ്ടാത്തതിനും ദേവപ്രശ്നം വെക്കുന്നത് ഒഴിവാക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ സന്യാസിമാർക്ക് സാധിക്കണില്ല. കാരണം അവർ ഈ മോക്ഷം 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 എന്നൊരു വാക്ക് പറഞ്ഞ മോക്ഷത്തിലേക്കും പോവില്ല, ജീവിക്കുകയില്ലാത്ത ഒരവസ്ഥയിൽ പല ആശ്രമങ്ങളിലും പോകുമ്പോൾ കാണാറുണ്ട്. ഒരു സന്യാസിയും അവഹേളിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, മറിച്ച് അവർക്ക് ഈ വാക്കുകൾ കർമ്മനിരതരാകാൻ പ്രയോജനപ്പെടുമെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് സൊസൈറ്റിക്കാണ്. ഇനി ഇത്രയും പറഞ്ഞതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് വീണ്ടും കിടക്കുകയാണ്. അതായത് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ട്വിറ്ററിലൂടെയും ബ്ലോഗിലൂടെയും സന്ദേശങ്ങൾ കൊടുക്കുമ്പോൾ ധാരാളം വ്യക്തികൾ സാറിൻ്റെ കൂടെ ഉണ്ടെന്നും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണെന്നും പറഞ്ഞ് കമൻ്റ് അയക്കാറുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ യജ്ഞം നിങ്ങൾ ഏറ്റെടുക്കണം. നമ്മൾ ഓരോരുത്തരും, ഓരോ കന്യാസ്ത്രീയും ഓരോ അച്ഛനും ആവണം, ഓരോ മൗലവി ആവണം, ഓരോ ബുദ്ധ സന്യാസി ആവണം, ജൈന സന്യാസി ആവണം. നമ്മൾ പ്രചാരകരാവണം, നമ്മളുടെ ധർമ്മത്തിൻ്റെ പ്രചാരകർ. അവിടെ സ്വാർത്ഥത നമ്മളുടെ ധർമ്മം, നിസ്വാർത്ഥത എല്ലാവർക്കും എത്തിക്കൽ, ഒരു വിഭാഗത്തിനല്ല എല്ലാവർക്കും എത്തിക്കൽ. അതിനെന്താ ചെയ്യാം? മദനമോഹന മാളവ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹം ഭാരത സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ നല്ല ഒരു പടനായകനായിരുന്നു. അദ്ദേഹം കേരളത്തിലൂടെ കടന്നു പോയപ്പോൾ കുറേ ക്രിസ്ത്യാനികൾ അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തിട്ട് പറഞ്ഞു, അങ്ങ് ഈ കോട്ടയം വഴി ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂര്, തിരുവല്ല വഴിക്ക് പോയാൽ രണ്ട് സൈഡിലും നിറച്ച് പള്ളികൾ കാണാൻ സാധിക്കും. കേരളം ക്രിസ്തുമതത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ മുഴുവൻ ക്രിസ്ത്യാനികളാവാൻ പോവാണ്. അപ്പൊ ഇത്രയും പള്ളികൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം ഒന്നും വേണ്ടിയില്ല. കുറേ കഴിഞ്ഞ് ചോദിച്ചു, ഈ റോട്ടിലൂടെ നടക്കുന്നവരൊക്കെ ക്രിസ്ത്യാനികളാണോ എന്ന് ചോദിച്ചു. അല്ല എന്ന് പറഞ്ഞു. ആ കൂടെ ഉണ്ടായിരുന്നവര് അതിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളാണ്, കുറച്ച് ക്രിസ്ത്യാനികളുണ്ടെന്ന് പറഞ്ഞു. ഓരോ ഹിന്ദുവും നമുക്കൊരമ്പലാണ്. അപ്പൊ പള്ളിയുടെ എണ്ണമാണോ കൂടുതൽ, അമ്പലത്തിന്റെ എണ്ണമാണോ കൂടുതൽ എന്ന് ചോദിച്ചു. ഓരോ നടക്കുന്ന ഹിന്ദുവും ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ എന്ന ഭഗവത്ഗീതയിലെ വരിയുണ്ട്. ഈ ശരീരമാണ് ക്ഷേത്രം. കാരണം ഇതിനകത്ത് ജീവാത്മാവുണ്ട്, ആ ജീവാത്മാവ് വസിക്കുന്ന ശരീരം ക്ഷേത്രം. അവിടെ പരമാത്മാവുണ്ട്, ആ പരമാത്മാവ് വസിക്കുന്ന സ്ഥലം ക്ഷേത്രം. അപ്പോൾ ഇത് ഒരു ക്ഷേത്രമായിട്ട് നമ്മൾ എടുക്കാം. ഇത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ, പരമപവിത്രമായ ഭാരതത്തിൻ്റെ മഹത്വമേറിയ സന്ദേശങ്ങൾ, സമകാലീന പ്രസക്തമായത് മാത്രം, അല്ലാത്തത് നിരാകരിക്കണം. ഭാരതത്തിൻ്റെ പൈതൃകം ഗ്രേറ്റ് ആണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഭാരതത്തിൻ്റെ പൈതൃകത്തിലുള്ളത് എല്ലാം ഗ്രേറ്റ് ആണെന്നല്ല, അതിൽ ഗ്രേറ്റ് ആയിട്ടുള്ളത് ഉണ്ടെന്ന അർത്ഥം. ഒരാൾ നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അയാൾ നല്ലത് മാത്രം ജീവിതത്തിൽ ചെയ്തിട്ടുള്ള മനുഷ്യനാണെന്ന് അർത്ഥമില്ല. നല്ലത് കൂടുതലും തിന്മകൾ കുറച്ചും ചെയ്തിട്ടുള്ള മനുഷ്യനാണെന്നുള്ള അർത്ഥം എടുത്താൽ മതി. അപ്പം നമ്മുടെ നാടിൻ്റെ പൈതൃകം പ്രചരിപ്പിക്കാനുള്ള, അതിൻ്റെ നന്മകൾ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഹിന്ദുവിനും യുക്തിവാദിക്കും നിരീശ്വരവാദിക്കും ഈശ്വരവിശ്വാസിക്കും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ക്ഷേത്രമായി ഞാനും നിങ്ങൾ മാറണം. അതിന് നിങ്ങൾ കർമ്മദീക്ഷ സ്വീകരിക്കണം. എന്താ കർമ്മദീക്ഷ? അവനവൻ്റെ വീട്ടിൽ നമ്മൾ പ്രാർത്ഥിച്ച്, ഭാര്യ ഭർത്താവ് മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരു തീരുമാനമെടുക്കുക. സ്വയം ഒരു സന്യാസിയുടെ മുമ്പിൽ പോയിട്ട് ദീക്ഷയൊന്നും സ്വീകരിക്കേണ്ട, ഒരു രുദ്രാക്ഷവും കഴുത്തിലിടണ്ട, വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ പ്രശ്നം വയ്ക്കാനും പോകണ്ട, അല്ലാതെ വേദം പഠിക്കാനൊന്നും തൽക്കാലം ഇറങ്ങണ്ട. നമുക്ക്
ഈ സ്വർഗത്തിലേക്ക് പോകാനുള്ള പരിപാടിയല്ല ആവിഷ്കരിക്കേണ്ടത്. ഈ ഭാരതം എന്ന രാഷ്ട്രം സ്വർഗ സമാനമാക്കാം. എല്ലാവരും വിചാരിച്ചാൽ സാധിക്കുന്നുള്ളത് ഉറപ്പാ. എല്ലാവരും വിചാരിക്കണമെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ കുറച്ചുപേരെങ്കിലും വിചാരിക്കണം. ആരെങ്കിലും ഒരു ഡിസമിനേഷൻ ഓഫ് ദി നോളജ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇല്ലേ? ഒന്നാമത്തെ ഗിയറിലിട്ടിട്ട് 2-ലിട്ട് 3-ലിട്ട് 4-ലിട്ട് ചിലതിൽ 5 ഉണ്ട് എന്നൊക്കെ നമ്മൾ വണ്ടിക്ക് പറയാറില്ലേ? അതുപോലെ തന്നെ LKG കഴിഞ്ഞിട്ടല്ലേ നമ്മൾ മുമ്പോട്ട് പോവാം. ചൈനീസ് പഴമൊഴിയിൽ പറയാറുണ്ട്, എവറി 1000 മൈൽ വാക്ക് സ്റ്റാർട്ട്സ് വിത്ത് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. 1000 മൈൽ ദൂരമുള്ള യാത്ര ഒന്നാമത്തെ സ്റ്റെപ്പ് വെച്ചിട്ട് ആരംഭിക്കുന്നത്. അതുകൊണ്ട് ആ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മദനമോഹന മാളവ്യ പറഞ്ഞതുപോലെ ഓരോ ഹിന്ദുവിൻ്റെയും അഥവാ ഭാരതീയൻ്റെയും ശരീരം തന്നെയാണ് ക്ഷേത്രം. ആ ക്ഷേത്രം മറ്റ് ക്ഷേത്രങ്ങളെ ശുദ്ധീകരിക്കാനായിട്ട് ഉപയോഗിക്കാം. ആ ക്ഷേത്രം മറ്റ് ക്ഷേത്രങ്ങളെ ശുദ്ധീകരിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ജോസഫ് പുലിക്കുന്നേലുണ്ട്, നല്ലൊരു ക്രിസ്ത്യാനിയാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിസ്ത്യൻ സ്റ്റഡീസിൻ്റെ ഡയറക്ടർ അദ്ദേഹം. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ധാരാളം അമ്പലങ്ങളിൽ അദ്ദേഹം പ്രഭാഷണത്തിനും അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ധാരാളം ക്രിസ്ത്യൻ വർക്കേഴ്സ് ഉണ്ട്. പക്ഷെ അവരെന്നും പറയാറുള്ളത്, ഐ ആം എ ക്രിസ്ത്യൻ ബട്ട് മൈ ഇഷ്ടദേവത ഈസ് ഐ ആം എ ഹിന്ദു ബട്ട് മൈ ഇഷ്ടദേവത ഈസ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു ഹിന്ദുവാണ്, എൻ്റെ ഇഷ്ടദേവത യേശു ക്രിസ്തുവാണ്. ഡോക്ടർ CI ഐസക് ഉണ്ട്, CMS കോളേജിലെ വൈസ് പ്രിൻസിപ്പാളൊക്കെ ആയിരുന്ന ആളാണ്. അതുപോലെ തന്നെ ടോണി മാത്യു ഉണ്ട്, പാലായിലെ സെൻറ് തോമസ് കോളേജിലെ പ്രൊഫസറാണ്. രാമായണവും മഹാഭാരതവും ഉപനിഷത്തുക്കളും ഭാരതത്തിലെ വേദ സന്ദേശങ്ങളും, വേദങ്ങളല്ലാട്ടോ വേദ സന്ദേശങ്ങളും, ഇതെല്ലാം അവർ പഠിച്ച അമ്പലങ്ങളിലും പള്ളികളിലും ക്രിസ്ത്യാനികൾക്കും ഹിന്ദുവിനും മുസ്ലിമിനും പഠിപ്പിക്കുന്നവരാ. അവരുടെ പേര് ക്രിസ്ത്യൻ പേരാ. അവർ ആരാധിക്കുന്നതും യേശു ക്രിസ്തുവിനെ ആയിരിക്കും, പള്ളിയിലേക്ക് പോകുന്നുണ്ടാവും. അതൊക്കെ അവരുടെ പേഴ്സണൽ. പക്ഷേ ഈ രാഷ്ട്രത്തിന് വേണ്ടി, ഈ രാഷ്ട്രത്തിൻ്റെ പൈതൃകത്തിന് വേണ്ടി, ഈ രാഷ്ട്രത്തെ വിഘടിപ്പിക്കുന്നതിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ക്ഷേത്രമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെ ശരീരം മാറണം. പ്രത്യേകിച്ച് വിദേശത്തുള്ള ഹിന്ദുക്കൾ, സനാതന ധർമ്മവിശ്വാസികളോട് ഞാൻ പറയുന്നു, അവിടെ ധാരാളം ഹിന്ദുക്കളെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും മതപരിവർത്തനം നടത്തുന്നുണ്ട്. ഇന്നലെ സൗദി അറേബ്യ എന്നൊരു പയ്യൻ എന്നെ വിളിച്ചിരുന്നു. ഞാൻ കൂടുതൽ നേരം സംസാരിച്ചില്ല. അയാൾ പറഞ്ഞു, സാറേ കുറേ മുസ്ലിങ്ങൾ എൻ്റെ ചുറ്റും കൂടിയിട്ട് ശരിക്കും ഖുറാൻ മാത്രമാണ് സത്യം, ഹിന്ദുക്കളുടെ എല്ലാ ആചാരങ്ങളും തെറ്റാണെന്നും ഈ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് വേദത്തിലും ഭവിഷ്യപുരാണത്തിലും കൽക്കി പുരാണത്തിലും പറഞ്ഞിട്ടുണ്ടെന്നും മുഹമ്മദ് നബി കൽക്കി അവതാരമാണെന്നും അള്ളാഹുവിനെ കുറിച്ച് വേദത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് പിന്നെ എന്തിനാ നിങ്ങളിങ്ങനെ ഹിന്ദുവായി തുടരുന്നത്, ശരിക്കും മുസ്ലിം ആയാൽ പോരെ എന്ന് നിരന്തരം എന്നെ പ്രൊവോക്ക് ചെയ്യാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അയാൾ ട്രാപ്പിലായിരിക്കുക. ഒന്ന് തിരിച്ചു ചോദിച്ചൂടെ? ഈ യഥാർത്ഥത്തിൽ ഖുറാൻ വായിച്ചാൽ അറിയാം, പൊന്മാൻ പ്രവാചകനോട് സംസാരിച്ചു, പല്ലി പ്രവാചകനെ ഒറ്റിക്കൊടുത്തു. ഇതൊക്കെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്ന വരികളാ. ഓരോ മൃഗവും പ്രവാചകന് നിർദ്ദേശം നൽകി, അപ്പുറത്തെ രാജ്യം കീഴടക്കാൻ പൊന്മാൻ നിർദ്ദേശിച്ചു എന്ന് രണ്ടത്താണി, മുഹമ്മദ് രണ്ടത്താണിയോ എന്തോ രണ്ടത്താണി മാതൃഭൂമിയിൽ എഴുതിയത് കണ്ടു. ഈ പുണ്യമാസത്തോടനുബന്ധിച്ച് മൃഗങ്ങൾ പ്രവാചകനോട് സംസാരിച്ച് ആ രാജ്യം കീഴടക്കാനും ഈ രാജ്യം കീഴടക്കാനും എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്, ഇതൊക്കെ തിരിച്ചൊന്ന് ചോദിച്ചൂടെ? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ആദവും അവയുടെയും ചോദ്യം. അതുപോലെ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത്, മരിക്കാത്ത ആളെ മരിച്ചു പറയുന്നത്, വരാത്ത സെൻറ് തോമസ് വന്നു എന്ന് പറയുന്നത് യേശുവിൻ്റെ രക്തം കുടിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാണെന്ന് തിരിച്ച് ചോദിക്കാനുള്ള ഒരറിവ് ഇല്ല. അപ്പൊ യഥാർത്ഥത്തിൽ നിഷേധിക്കാനോ പുച്ഛിക്കാനോ അവഹേളിക്കാനോ ഉള്ള അറിവ് വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞതുപോലെ സർപ്പം കടിക്കാൻ വരുമ്പോ അത് ആ സർപ്പം പറഞ്ഞു, ഞാൻ അഹിംസ ചെയ്യുന്ന ആളാണ്, ഞാൻ എന്നെ ചവിട്ടിയാൽ പോലും ഞാൻ ആരെയും കടിക്കില്ല എന്നൊരു സർപ്പം പറഞ്ഞാൽ ആ സർപ്പത്തിനോട് മറ്റൊരാൾ പറഞ്ഞു കൊടുത്തത്രേ, നിന്നെ കൊല്ലാനോ ചവിട്ടാനോ നശിപ്പിക്കാനോ വന്നവനെ ഒന്ന് ചീറ്റിക്കൂടെ നിനക്ക്, നീ കടിക്കണ്ട എന്ന സർപ്പത്തിനോട് പറഞ്ഞതായിട്ടൊരു കഥ രാമകൃഷ്ണ പരമഹംസർ പറയാറുണ്ട്. സർപ്പത്തിനോട് പറഞ്ഞതായിട്ടുള്ള കഥയാണ്, സംഭവിച്ചതല്ല. രാമകൃഷ്ണ പരമഹംസർ പറയുന്ന കഥയാണ് ഇത്. സർപ്പം അഹിംസാവാദിയായിട്ടിരിക്കുക, ഒന്നും ചെയ്യാതിരിക്കുക. അപ്പൊ ആ സർപ്പത്തിനെ പലരും തല്ലുന്നുണ്ട്, എല്ലാം ഉപദ്രവിക്കുന്നുണ്ട്. അപ്പൊക്കെ സർപ്പം വെറുതെ ഇരിക്കുക. പക്ഷെ ഇതിന് മറ്റുള്ളവരെ കടിക്കണ്ട, ഒന്ന് ചീറ്റിക്കൂടെ എന്ന് ചോദിച്ച പോലെ ഈ
ഇസ്ലാം മതത്തിലേക്ക് കൺവെർട്ട് ചെയ്യാൻ ശരിക്കും പാർട്ടി മെമ്പർഷിപ്പ് എടുപ്പിക്കുന്ന മാതിരി ഹോൾസെയിലായിട്ട് ഇസ്ലാമിനെ കച്ചവടം നടത്തുക. കുറേ സക്കീർ നായിക്കിനെ പോലെയുള്ളവരും അയാളുടെ കൂട്ടത്തിലുള്ളവരും ഹോൾസെയിലായിട്ട് ഇവിടുത്തെ കർദിനാൽമാരും ബിഷപ്പുമാരും മെത്രാന്മാരും അച്ഛന്മാരും കന്യാസ്ത്രീകളും ഇന്ത്യക്കാരെ കൺവെർട്ട് ചെയ്യുക ക്രിസ്ത്യാനിറ്റിയിലേക്ക്. ഞാൻ ഒരു മതത്തിന് എതിര് പറയുകയല്ല, അതവർ ചെയ്യുന്നു. പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാര് ഒരിക്കൽ തൊട്ട അതിൽ നിന്ന് വിട്ടുവരിക വലിയ വിഷമമാണ്. നെഞ്ചത്തടിച്ച് പ്രാർത്ഥിക്കുക, ഇങ്ങനെയുള്ള കുറേ ബുദ്ധിക്ക് നിരക്കാത്ത കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിനെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഹിന്ദുക്കൾ ട്രാപ്പിലാവുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും ആ രാജ്യത്തിൻ്റെ നിയമാവലികൾ തെറ്റിക്കാതെ, ആ രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ വയലേറ്റ് ചെയ്യാതെ, ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള ലോ ആൻഡ് ഓർഡർ ഒരു കാരണവശാലും നിങ്ങൾ ബ്രേക്ക് ചെയ്യാതെ നമ്മുടെ ധർമ്മത്തിലുള്ളവർക്ക് നമ്മുടെ ധർമ്മത്തെക്കുറിച്ചും രാഷ്ട്രത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുകയും അവർക്ക് ആവേശമുണ്ടാക്കുകയും അവർക്ക് ആത്മാഭിമാനം ഉണ്ടാക്കുകയും അവർക്ക് ചൈതന്യവത്തായ കർമ്മങ്ങൾ ചെയ്യാനായിട്ടുള്ള പ്രോത്സാഹനം നൽകുകയും ചെയ്യാൻ ഓരോ ഹിന്ദുവും ഓരോ സനാതനധർമ്മ വിശ്വാസിയും ഒരു ക്ഷേത്രമായിട്ട്, ഒരു പള്ളിയിലച്ഛനെയോ ഒരു കന്യാസ്ത്രീയെയോ പോലെ, അല്ലെങ്കിൽ ഒരു ബുദ്ധ സന്യാസിയെ പോലെ, അല്ലെങ്കിൽ ഒരു മൗലവിയാകാൻ പോകുന്നവനെ പോലെ കർമ്മദീക്ഷ എടുക്കണം. സ്വയം കർമ്മദീക്ഷ എടുക്കാം. ഞാൻ ഈ കർമ്മദീക്ഷ എന്ന വാക്ക് ഞാൻ നിങ്ങളോട് മുമ്പിൽ സമർപ്പിക്കുക. അങ്ങനെ ഒരു വാക്കില്ല, നമ്മൾ സാധാരണ പ്രയോഗിക്കാറില്ല, തെറ്റായിട്ടുള്ള വാക്കല്ല. ഇപ്പം നമ്മൾ കർമ്മനിരതനാവുക, നമ്മുടെ ധർമ്മം പ്രചരിപ്പിക്കുക. അതിന് ആയിരക്കണക്കിന് സ്പീച്ചസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജും മറ്റുള്ളവരും ഏതെടുത്താലും വിരോധമില്ല. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ പഠിപ്പിക്കുക. അൾട്രാ മോഡേൺ ഫെസിലിറ്റീസ് ഇന്ന് ലഭ്യമാണ്. യൂട്യൂബ് ഉണ്ട്, ബ്ലോഗ് ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഉണ്ട്. നിങ്ങൾക്ക് ലിങ്ക് അയച്ചു കൊടുക്കാൻ സാധിച്ചാൽ മാത്രം മതി, അവരിവരുടെ വീട്ടിലിരുന്ന് പഠിച്ചോളും. ഇന്ന് കമ്പ്യൂട്ടറുള്ളവർ ധാരാളം ഉണ്ട്. അത് മാത്രമല്ല, ഇത് നിങ്ങൾ കേട്ടാൽ മാത്രം പോരാ, അഭിമാനത്തോടു കൂടി ഉറക്കെ പറയണം. ഒരു രാഷ്ട്രീയ പ്രചാരകരാവേണ്ട ആവശ്യമില്ല, ധർമ്മ പ്രചാരകരാവണം. നമ്മുടെ രാഷ്ട്രത്തെ നയിക്കാൻ നല്ല കഴിവുള്ളൊരു മനുഷ്യൻ, സത്യം ധർമ്മം നീതി ന്യായമുള്ളൊരു മനുഷ്യൻ, കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും കോൺഗ്രസ്സുകാരനാണെങ്കിലും ബി ജെ പിക്കാരനാണെങ്കിലും അവനെ തോൽപ്പിക്കരുത്. അവനെ ജയിപ്പിക്കണമെന്നൊന്നും ഞാൻ പറയില്ല, തോൽപ്പിക്കരുത്. തോൽപ്പിക്കാൻ പാകത്തിനൊന്നും ചെയ്യരുത്. കാരണം അയാൾ ഈ രാഷ്ട്രത്തിൻ്റെ മുതൽക്കൂട്ടാണ്. അയാൾ ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരനാവാം, കോൺഗ്രസ്സുകാരനാവാം, ബി ജെ പിക്കാരനാവാം, വേറെ ഏതെങ്കിലും പാർട്ടിക്കാരനാവാം. കാരണം അവർ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മഹത്വമേറിയ സന്ദേശങ്ങൾ നിലനിർത്താനും പ്രചരിപ്പിക്കാനും യോഗ്യരായവരാണെങ്കിൽ അവരിലൂടെ അത് പ്രചരിക്കണം. അപ്പം നമ്മൾ ഒരു രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിനേക്കാൾ അഭികാമ്യം, രാഷ്ട്രീയത്തിലേക്ക് പോകണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, അഭികാമ്യം നമ്മുടെ ധർമ്മത്തെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ മൂല്യങ്ങളെ, നമ്മുടെ ഗ്രന്ഥങ്ങളെ, നമ്മുടെ ആചാരങ്ങളെ, നമ്മുടെ വിചാരങ്ങളെ, നമ്മുടെ വിശ്വാസങ്ങളെ, നമ്മുടെ സങ്കല്പങ്ങളെ, നമ്മുടെ സന്ദേശങ്ങളെ, നമ്മുടെ അനുഭവങ്ങളെ, നമ്മുടെ കഥകളെ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഇലക്ട്രോണിക് മീഡിയയിലൂടെ ലിങ്ക് അയച്ചു കൊടുത്തിട്ടോ, അല്ലെങ്കിൽ നേരിട്ട് ചെറിയ ചെറിയ ക്ലാസ്സുകൾ എടുത്തിട്ടോ, അല്ലെങ്കിൽ ചെറിയ ബ്രോഷറുകൾ പ്രസിദ്ധീകരിച്ചിട്ടോ നമ്മുടെ ധർമ്മത്തെ പ്രചരിപ്പിക്കാനുള്ള കർമ്മദീക്ഷ എടുക്കുന്നവരാവണം നിങ്ങൾ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും, ഹോട്ടൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും, അമ്പലത്തിലെ പൂജാരിയാണെങ്കിലും, നിങ്ങൾ സ്വർണ്ണക്കടക്കാരനാണെങ്കിലും, മുട്ട കച്ചവടം നടത്തുന്ന ആളാണെങ്കിലും ഇറച്ചിയും മീനും കച്ചവടം നടത്തരുത്. അത് കഴിക്കാനും പാടില്ല. ശവശരീരം കഴിച്ച് നിങ്ങൾ ഈ ക്ഷേത്രത്തെ അപവിത്രമാക്കരുത്. അപ്പം മറ്റേത് കർമ്മമണ്ഡലത്തിലുള്ളവരാണെങ്കിലും ഞാൻ അഭ്യർത്ഥിക്കാം, കർമ്മദീക്ഷ സ്വയം നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിച്ച് പൂജാമുറിയിൽ സ്വയം സ്വീകരിക്കാം. എന്നിട്ട് ഞാനൊരു കർമ്മയോഗി ആണ് എന്ന് അവനവരോട് പറയുക. നിങ്ങൾ ഭാര്യ മക്കൾ ഒരുമിച്ച് വേണം, ഒറ്റയ്ക്ക് വേണ്ട. അങ്ങനെയാണെങ്കിൽ വീട്ടിനകത്ത് പ്രശ്നം ഉണ്ടാവും. ഭർത്താവിന് രാപ്പകല് ഹിന്ദുക്കളുടെ കാര്യം, ഭാരതത്തിൻ്റെ കാര്യം, സനാതനധർമ്മത്തിൻ്റെ കാര്യം, മൂല്യങ്ങളുടെ കാര്യം പറഞ്ഞ് നടക്കാനേ നേരമുള്ളൂ, വീട് നോക്കാൻ നേരമില്ല എന്ന് ഭാര്യയ്ക്ക് തോന്നരുത്. ഇപ്പോൾ മാതാ മൃതാനന്ദമയുടെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അതിൽ സ്വയം കർമ്മദീക്ഷ സ്വീകരിച്ച് നല്ല സോഷ്യൽ വർക്ക് ചെയ്യാം.
നമ്മൾ ഒത്തിരി പുതിയ പുതിയ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്, 60ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് അതിൽ പങ്കെടുക്കുക. സായിബാബയുടെ കർമ്മമണ്ഡലത്തിലുള്ളവരാണെങ്കിൽ സ്വാമിയുടെ കുറേ എഡ്യൂക്കേഷൻ, വെള്ളം കൊടുക്കുക, സഹകരിക്കുക, ക്ലീൻലിനെസ്, നീറ്റ്നെസ്, മെഡിക്കൽ ക്യാമ്പ്, ബ്ലഡ് ഡൊണേഷൻ, ധാരാളം കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഞാൻ സ്വാർത്ഥതയോടുകൂടി പറയല്ല, ക്രിസ്ത്യാനികൾക്ക് ഇതൊക്കെ ചെയ്യാൻ ആൾക്കാരുണ്ട്, ക്രിസ്ത്യാനികളെ അവർ സഹായിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ ആളുണ്ട്, മുസ്ലിങ്ങളെ അവർ സഹായിക്കുന്നുണ്ട്. ഹിന്ദുക്കൾക്ക് ഇത് ചെയ്യാൻ ആരുമില്ല. അതുകൊണ്ട് ആരെ സഹായിക്കണം എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ എൻ്റെ മുമ്പിൽ ഞാൻ തുറന്ന മനസ്സോടുകൂടി പറയാം, സഹായിക്കാൻ ആൾക്കാരില്ലാത്തവരെയാണ് സഹായിക്കേണ്ടത്. അവർക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല, അവർക്ക് വേണ്ടി കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ ആരുമില്ല, അവരെയാണ് സഹായിക്കേണ്ടത്. ക്രിസ്ത്യാനികൾ പള്ളിയിൽ ചെന്നാൽ എല്ലാ സഹായവും കിട്ടും, മുസ്ലിങ്ങൾ മസ്ജിദിലും മഹല്ലിലും ചെന്നാൽ എല്ലാ സഹായവും അവർക്ക് കിട്ടും. കിട്ടാത്തൊരു വിഭാഗം ഉള്ളത് കൊണ്ട് അവർക്ക് വേണ്ടി വാദിക്കാനും കൂടി നിങ്ങൾ നിൽക്കാം. പക്ഷേ വിശക്കുന്നവന്റെ കൂട്ടത്തിൽ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ വേർതിരിവില്ലാതെ അവർക്കും ഭക്ഷണം കൊടുക്കാം. ബാക്കി കാര്യങ്ങളിൽ ഞാൻ എടുത്തു പറയാം. മാത്രമല്ല, ശ്രീ ശ്രീ രവിശങ്കറിന്റെ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ കീഴിൽ എല്ലാ മതത്തിൽപ്പെട്ടവരും ഉണ്ട്. ഭാരതീയ പൈതൃകം പ്രചരിപ്പിക്കാൻ ഇപ്പോ ഗുരുജി പറഞ്ഞിരിക്കുന്നത് ഭംഗിയായിട്ട് ജ്ഞാനപ്പാന പ്രചരിപ്പിക്കാനാണ്. ഞാൻ നിങ്ങളോടും അഭ്യർത്ഥിക്കാം, നിങ്ങൾ ജ്ഞാനപ്പാന പഠിക്കാൻ ഒരു വിഷമമില്ല, സിമ്പിൾ മലയാളമാണ്. അത് പഠിച്ച് പ്രചരിപ്പിക്കുക. അതുപോലെ നമ്മുടെ ഗ്രന്ഥങ്ങൾ പഠിച്ച് പ്രചരിപ്പിക്കുക. നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബിൽ ധാരാളം വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് പഠിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി, നല്ലോണം മനസ്സിലാക്കണം, തെറ്റായിട്ട് മനസ്സിലാക്കരുത്. എന്നിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുക. പിന്നെ ചിന്മയ മിഷനിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, ചിന്മയ യുവ കേന്ദ്ര ധാരാളം വർക്ക് ചെയ്യുന്നുണ്ട്. ബ്രഹ്മകുമാരീസിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, അതൊരു പെന്തക്കോസ്ത് സഭ പോലെയുള്ളതാണോ എന്ന്. അല്ല, ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കാം. ഞാനും കുറേ അവരുടെ പ്രഭാഷണങ്ങളിലും പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. അപ്പോൾ ത്യാഗസമ്പന്നരായ ധാരാളം പ്രവർത്തകർ ബ്രഹ്മകുമാരീസിലുണ്ട്. അവരിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കാം. ഇതൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലൂടെ പഠിച്ച് പ്രചരിപ്പിക്കാൻ സാധിക്കുന്ന ധാരാളം സംഘടനകളുണ്ട്. ക്ഷേത്ര സംരക്ഷണ സമിതിയുണ്ട്, വിശ്വ ഹിന്ദു പരിഷത്തുണ്ട്, ഹിന്ദു ഐക്യവേദിയുണ്ട്, NSS ഉണ്ട്, SNDP ഉണ്ട്, പുലയ മഹാസഭയുണ്ട്. അവരുടെ റൂട്ട് മറന്നുകൊണ്ടൊന്നും ചെയ്യരുത്. ഈ നാടിൻ്റെ സംസ്കാരം, ഈ നാടിൻ്റെ പൈതൃകം, അതിനെ വിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമ്മളുടെ ലക്ഷ്യം മാറിപ്പോവും. അതിൻ്റെ അർത്ഥം സൗദി അറേബ്യയിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ സൗദി അറേബ്യക്കാരനെ സഹായിക്കേണ്ട എന്നില്ല. സൗദി അറേബ്യയിൽ പ്രവർത്തിക്കുമ്പോൾ പാകിസ്ഥാൻകാരനുണ്ടെങ്കിൽ പാകിസ്ഥാൻകാരനെയും സഹായിക്കാം. കാരണം നമ്മളുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന നരസേവ, നാരായണ സേവ, ജനസേവ, ജനാർദ്ദന സേവ, അത് തന്നെയാണ്. പക്ഷേ സ്റ്റാർട്ടിങ് എനിക്ക് എൻ്റെ രാഷ്ട്രത്തെ ബഹുമാനിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ മറ്റു രാഷ്ട്രങ്ങളെ ബഹുമാനിക്കുക? എൻ്റെ ധർമ്മത്തിലുള്ളവരെ സേവിക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ മറ്റു ധർമ്മത്തിലുള്ളവരെ ഞാൻ സേവിക്കുക? ആദ്യം ഈ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഫ്രം അവർ സെൽഫാണ്. ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ സമൂഹം, എൻ്റെ രാഷ്ട്രം, മാനവരാശി, ഇതായിരിക്കണം ഓർഡർ. ആദ്യം സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ് എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. അവനവൻ തന്നെ ആദ്യം സംതൃപ്തിക്കും സന്തോഷത്തിനും വിധേയമാവണം. കുടുംബം, സമൂഹം, രാഷ്ട്രം. അപ്പൊ ഇങ്ങനെ നമ്മളുടെ ഒരു ഓർഡറിൽ എത്ര ഓരോ ദിവസവും സാധിക്കുമോ അത്രയും ചെയ്യാം. ഏറ്റവും അധികം നിങ്ങൾക്ക് സാധിക്കുന്നത് ഇമെയിൽ ലിങ്ക് എടുക്കുക, ഇമെയിൽ കോപ്പി എടുക്കുക, അവരുടെ ഇമെയിൽ ID എടുക്കുക, എന്നിട്ട് ലിങ്ക് അയച്ചു കൊടുക്കുക, പഠിപ്പിക്കുക, ഒരുമിച്ച് ചെയ്യുക, ചർച്ച ചെയ്യുക. വലിയ നേതാക്കന്മാരൊന്നും ആവശ്യമില്ല, 2 or 3 കോർഡിനേറ്റേഴ്സ്. ഗോപാലകൃഷ്ണൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. നമ്മുടെ നാടിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. നമ്മുടെ രാഷ്ട്രത്തെ ചൈതന്യവത്താക്കണം. ആര് ഭരിക്കട്ടെ, ആര് ഭരിക്കാതിരിക്കട്ടെ, നന്മ ചെയ്യുന്നവരും രാഷ്ട്രത്തോട് ഭക്തിയുള്ളവരും രാഷ്ട്രസ്നേഹികളും രാഷ്ട്രത്തെ ഒറ്റിക്കൊടുക്കാത്തവരുമായിട്ടുള്ളവർ വേണം ഭരിക്കാൻ. നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ഭരിക്കാൻ കഴിവില്ലാത്തവനെയും കയറ്റരുത്. അത് മാത്രമല്ല, നമ്മുടെ രാഷ്ട്രത്തെ ഒരു കുടുംബത്തിന് തീരെഴുതേണ്ട കാര്യമില്ല. അത് ഏത് മനുഷ്യന്റെ കുടുംബം, യെദ്യൂരപ്പയുടെ കുടുംബമാണെങ്കിലും വിരോധമില്ല, വേറെ മോഡിയുടെ കുടുംബമാണെങ്കിലും വിരോധമില്ല, LK അദ്വാനിയുടെ കുടുംബമാണെങ്കിലും വിരോധമില്ല, സോണിയാഗാന്ധിയുടെ കുടുംബമാണെങ്കിലും വിരോധമില്ല, EMSന്റെ കുടുംബമാണെങ്കിലും വിരോധമില്ല. ഒരു കുടുംബത്തിന് ഒരു രാഷ്ട്രത്തെ എഴുതരുത്. കാരണം നമ്മൾ 125 കോടി ജനങ്ങളുള്ള ഇവിടെ ഭരണത്തിന് കഴിവില്ലാത്തവരുണ്ടെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നല്ല കപ്പാസിറ്റി ഉള്ളവരുണ്ട്. അപ്പോൾ നമ്മുടെ രാഷ്ട്രത്തെ, നമ്മുടെ ധർമ്മത്തെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മളെ സംരക്ഷിക്കാൻ
നമുക്ക് സാധിക്കാൻ പാകത്തിന് കർമ്മദീക്ഷ എടുക്കുക. കർമ്മദീക്ഷ കർമ്മയോഗിയാവാനായിട്ട് എടുത്ത് നമ്മുടെ ധർമ്മത്തെ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ, പഠിക്കാനുള്ളത് ഇന്ന സ്ഥലത്തുണ്ടെന്ന് അറിയിക്കാനുള്ള യജ്ഞം കർമ്മദീക്ഷ എടുത്ത് നിങ്ങൾ ഓരോരുത്തരും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ കൂടാതെ ഒക്ടോബർ മാസം 2-ാം തീയതി എല്ലാ വർഷവും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് റിട്രീറ്റിന്റെ പ്രവർത്തകര് തൃശ്ശൂര് കേച്ചേരിക്കടുത്തുള്ള മഴുവഞ്ചേരിയിൽ ഒത്തുചേരാറുണ്ട്. ഫ്രീ ആയിട്ട് ഉച്ചവരെ ചർച്ച ചെയ്ത് ഭക്ഷണം കഴിച്ച് പിരിയാറുണ്ട്. അടുത്ത വർഷത്തേക്കുള്ള കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് സാധിക്കുമെങ്കിൽ അതിനും വലിയ കർമ്മദീക്ഷ എടുത്ത് കർമ്മയോഗിയായി നമ്മുടെ കുറച്ച് സമ്പത്തും സമയവും ഊർജവും ഈ സനാതന ധർമ്മത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും നന്മയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കട്ടെ. ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും ഭാരതീയനാക്കാൻ, ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും മധ്യപക്ഷത്തെയും ഭാരതീയനാക്കാൻ, നല്ല ഭാരതീയനാക്കാൻ, അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഇല്ലാത്ത ഭാരതീയനാക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രണാമം, നമസ്കാരം.